തനിമ സൗദി അറേബ്യയും ജിദ്ദ സനായിയ കാൾ ഓൺ ഗൈഡൻസ് സംയുക്തമായി നടത്തിയ ഹജ്ജ് വോളണ്ടിയർ ക്യാമ്പയിന് കീഴിൽ സേവനം നിർവഹിച്ചവരെ ആദരിച്ചു. പഴയ എയർപോർട്ടിലെ കഫ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ സനായിയ കാൾ ഓൺ ഗൈഡൻസ് ജനറൽ മാനേജർ ഷെയ്ഖ് മൻസൂർ ബിൻ അഹമ്മദ് അൽ ഖൈറാത്ത് മുഖ്യപ്രഭാഷണം നടത്തി. സനായിയ കാൾ ഓൺ ഗൈഡൻസിന്റെ സുപ്രധാന പദ്ധതിയാണ് ഹജ്ജ് വോളണ്ടിയർ സേവനമെന്ന് ഷെയ്ഖ് മൻസൂർ ബിൻ അഹമ്മദ് അൽ ഖൈറാത്ത് പറഞ്ഞു. ഹജ്ജ് സേവനവുമായി ബന്ധപ്പെട്ട് മലയാളി സമൂഹം നടത്തുന്ന സേവനം വളരെ വലുതാണ്. ഹജ്ജ് നിർവഹിക്കാൻ വേണ്ടി മാത്രം ജനങ്ങൾ മക്കയിലേക്ക് പോകുന്ന ഹജ്ജിന്റെ നാളുകളിൽ സേവനത്തിന് മാത്രമായി പോകുന്ന മലയാളി സന്നദ്ധ പ്രവർത്തകരുടെ പ്രവർത്തനം പ്രശംസ അറിയിക്കുന്നുവെന്നും ഷെയ്ഖ് അൽ ഖൈറാത്ത് പറഞ്ഞു. വോളണ്ടിയർ സേവനം നിർവഹിച്ചവർക്കുള്ള സമ്മാനങ്ങളും സർട്ടിഫിക്കറ്റുകളും ചടങ്ങിൽ വിതരണം ചെയ്തു. ഹജ്ജ് വേളയിൽ വോളണ്ടിയർമാർ നിർവഹിച്ച സേവനത്തിന്റെ വിവിധ വശങ്ങൾ വിശദീകരിക്കുന്ന പ്രസന്റേഷൻ മൂസക്കുട്ടി വെട്ടിക്കാട്ടിരി അവതരിപ്പിച്ചു. കാൾ ഓൺ ഗൈഡൻസ് മലയാള വിഭാഗം മേധാവി ഷെയ്ഖ് അഹമ്മദ് ഉണ്ണീൻ സ്വാഗതം പറഞ്ഞു. തനിമ ജിദ്ദ നോർത്ത് സോൺ പ്രസിഡന്റ് അബ്ദുൽ ഷുക്കൂർ അലി ആശംസകൾ നേർന്നു സംസാരിച്ചു. എ മൂസ ഖുർആൻ പാരായണം നിർവഹിച്ചു. റുഹൈം മൂസ ഗാനമാലപിച്ചു. തനിമ നേതാക്കളായ സഫറുള്ള മുല്ലോളി, CNK നാസർ, CH ബഷീർ, അബ്ദുറഹീം മുസക്കിങ്ങൽ തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി. മീഡിയ 1 ജിദ്ദ. ഖത്തറിൽ അടിസ്ഥാന വികസന രംഗത്ത് അടുത്ത വർഷം വൻ കുതിച്ചുചാട്ടമുണ്ടാകുമെന്ന് പൊതുമരാമത്ത് വകുപ്പ്. ഗതാഗതക്കുരുക്ക് പരിഹരിക്കാനായി 14 പുതിയ റോഡ് പദ്ധതികൾക്ക് തുടക്കമിടും. 2031 കോടി ഖത്തർ റിയാലാണ് ഇതിനായി ചെലവഴിക്കുക. ഖത്തറിലെ പൊതുമരാമത്ത് വകുപ്പായ അഷ്ഗാലിന്റെ വാർഷിക റിപ്പോർട്ടിലാണ് ദോഹയുടെ മുഖച്ഛായ മാറ്റുന്ന പുതിയ റോഡ് പദ്ധതിയെക്കുറിച്ച് വ്യക്തമാക്കുന്നത്. 2022 ഫിഫ ലോകകപ്പുമായി ബന്ധപ്പെട്ട അടിസ്ഥാന വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് പുതിയ റോഡ് പദ്ധതികൾ വരുന്നത്. ഇതിൽ പ്രധാന നിരത്തുകളുടെ നിർമ്മാണ പ്രവൃത്തികൾ വരും മാസങ്ങളിൽ തന്നെ ആരംഭിക്കും. തിരക്കേറിയ അൽറയാൻ സ്ട്രീറ്റ്, ഖലീഫ റോഡ് എന്നിവിടങ്ങളിലാണ് ആദ്യം നിർമ്മാണം ആരംഭിക്കുക. 2031 കോടി ഖത്തർ റിയാൽ ചെലവഴിച്ചു നടത്തുന്ന റോഡ് പദ്ധതിയിൽ ഖത്തർ യൂണിവേഴ്സിറ്റി സ്ട്രീറ്റ്, അൽബുസ്താൻ സ്ട്രീറ്റ്, അൽ ഖറാഫ, അൽ ഖാഫ്ജി, അൽമർക്കിയ സ്ട്രീറ്റുകൾ എന്നിവയും ഉൾപ്പെടും. നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന റോഡ് നവീകരണ പ്രവൃത്തികളും ദോഹ മെട്രോ റെയിൽ നിർമ്മാണ പ്രവൃത്തികളും കാരണം ദോഹയിൽ ഇപ്പോൾ തന്നെ ഗതാഗതക്കുരുക്ക് രൂക്ഷമാണ്. അഷ്ഗാലിന്റെ പുതിയ റോഡ് പ്രവൃത്തികൾ കൂടിയാകുമ്പോൾ താൽക്കാലികമായെങ്കിലും ദോഹയിലെ ഗതാഗതക്കുരുക്ക് ഇനിയും സങ്കീർണമാകാനാണ് സാധ്യത. മുജീബ് റഹ്മാൻ, മീഡിയ 1 ദോഹ. നവധാര ജിദ്ദയുടെ ആഭിമുഖ്യത്തിൽ MN വിജയൻ അനുസ്മരണ സമ്മേളനം സംഘടിപ്പിക്കപ്പെട്ടു. ഇക്ബാൽ കായംകുളം അനുസ്മരണ പ്രമേയവും ഫാസിസ കാലത്തെ മൗനമുദ്രകൾ എന്ന വിഷയത്തിൽ ഗഫൂർ ചുങ്കത്തറ പ്രബന്ധവും അവതരിപ്പിച്ചു. ഗൾഫ് മാധ്യമം എക്സിക്യൂട്ടീവ് എഡിറ്റർ VM ഇബ്രാഹിം, മലയാളം ന്യൂസ് പത്രാധിപ സമിതി അംഗം രമേശ് അരൂർ എന്നിവർ അനുസ്മരണ പ്രഭാഷണം നടത്തി. ചർച്ച സമാഹരിച്ചുകൊണ്ട് നാസർ അരിപ്ര സംസാരിച്ചു. ഷറഫിയ ഇംപാല ഗാർഡനിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ KV നാസർ സ്വാഗതവും റസാഖ് മമ്പാട് നന്ദിയും പറഞ്ഞു. സൗദിയിലെ സ്വകാര്യ മേഖലയുടെ വളർച്ചാ നിരക്കിൽ ഇടിവ്. സൗദി ബ്രിട്ടീഷ് ബാങ്ക് നടത്തിയ പഠനത്തിലാണ് സ്വകാര്യ മേഖല തളർച്ച നേരിടുന്നതായി കണ്ടെത്തിയത്. എണ്ണ വിലയിലുണ്ടായ ഇടിവാണ് തളർച്ചയ്ക്ക് കാരണമെന്നാണ് വിലയിരുത്തൽ. കഴിഞ്ഞ സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളുടെ താരതമ്യ വിശകലനത്തിലാണ് സ്വകാര്യ മേഖലയുടെ വളർച്ചാ നിരക്കിൽ ഇടിവ് കാണിക്കുന്നത്. സെപ്റ്റംബറിൽ സ്വകാര്യ മേഖലയിൽ 61.8 രേഖപ്പെടുത്തിയ വളർച്ചാ നിരക്ക് ഒക്ടോബറോടെ 59.1 ഇടിഞ്ഞതായാണ് സൗദി ബ്രിട്ടീഷ് ബാങ്കിന്റെ പഠനം സൂചിപ്പിക്കുന്നത്. എണ്ണവിലയിലുണ്ടായ ഇടിവാണ് സൗദിയിലെ സ്വകാര്യ മേഖലയിൽ തളർച്ചയ്ക്ക് കാരണമാക്കിയതെന്നാണ് ബ്രിട്ടീഷ് പത്രമായ ഫിനാൻഷ്യൽ ടൈംസിന്റെ വിലയിരുത്തൽ. പെട്രോൾ ഇതര മേഖലകളെയാണ് പഠനവിധേയമാക്കിയത്. കഴിഞ്ഞ വർഷങ്ങളിൽ സ്വദേശിവൽക്കരണം ലക്ഷ്യമിട്ട് തൊഴിൽ വിപണിയിൽ വരുത്തിയ പരിഷ്കാരങ്ങൾ സ്വകാര്യ മേഖലയിലെ മാന്ദ്യത്തിന് കാരണമായിട്ടുണ്ടെന്നും പത്രം അഭിപ്രായപ്പെടുന്നു. അതേസമയം സ്വകാര്യ മേഖലയിലെ തൊഴിൽ വിപണിയിൽ സെപ്റ്റംബറിൽ തൊഴിലവസരങ്ങൾ ഗണ്യമായ തോതിൽ ഉയർന്നെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടി. മീഡിയ 1 സൗദി. കുവൈത്ത് ജനതാ കൾച്ചറൽ സെന്ററിന്റെ വാർഷികാഘോഷം ഇന്ത്യൻ അംബാസിഡർ സുനിൽ ജെയിൻ ഉദ്ഘാടനം ചെയ്തു. മംഗഫ് സംഗീത ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ SJD അധ്യക്ഷൻ MP വീരേന്ദ്രകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. മാതൃഭാഷാ പഠനത്തിന് പ്രാധാന്യം നൽകണമെന്നും മറ്റു ഭാഷകൾ അറിവിനു വേണ്ടി മാത്രമാണ് പഠിക്കേണ്ടതെന്നും MP വീരേന്ദ്രകുമാർ അഭിപ്രായപ്പെട്ടു. പ്രസിഡന്റ് സഫീർ P ഹാരിസ് അധ്യക്ഷനായിരുന്നു. 4ാമത് വൈക്കം മുഹമ്മദ് ബഷീർ പുരസ്കാരം സാഹിത്യകാരൻ C രാധാകൃഷ്ണനു വേണ്ടി ഡൊമിനിക് പയ്യപ്പള്ളി ഏറ്റുവാങ്ങി. 25,000 രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. പരിപാടിയുടെ സോവനീർ കൺവീനർ അബ്ദുസലാമിന് നൽകി KPCC ജനറൽ സെക്രട്ടറി T സിദ്ദിഖ് പ്രകാശനം ചെയ്തു. JCC ലോഹ്യ ഭവന പദ്ധതി അയ്യൂബ് കച്ചേരിയും JCC വെബ്സൈറ്റ് വീരേന്ദ്രകുമാറും ഉദ്ഘാടനം ചെയ്തു. പ്രഥമ പ്രവാസി കലാശ്രീ പുരസ്കാരം നേടിയ ബാബു ചക്കോള, ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം നേടിയ ജോൺ ആർട്സ് കലാഭവൻ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. PC അബ്ദുൽ ഹമീദ്, ഷറഫുദ്ദീൻ കണ്ണേത്ത്, വർഗീസ് പുതുകുളങ്ങര, തോമസ് മാത്യു, ഹംസ പയ്യന്നൂർ, ബഷീർ ബാത്ത, കോയ വേങ്ങര എന്നിവർ സംസാരിച്ചു. മീഡിയ 1 കുവൈറ്റ് സിറ്റി. ഇഖാമ ലംഘകരെ കണ്ടെത്തുന്നതിനായി കുവൈത്ത് ആഭ്യന്തര മന്ത്രാലയം പരിശോധന കർശനമാക്കുന്നു. മന്ത്രാലയ വൃത്തങ്ങളെ ഉദ്ധരിച്ച് അൽ ഷാഹിദ് ദിനപത്രമാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. താമസം നിയമവിധേയമാക്കാൻ വിദേശികൾക്ക് ഗ്രേസ് പീരീഡ് അനുവദിച്ചേക്കുമെന്നും റിപ്പോർട്ടിൽ പറയും.
രാജ്യത്ത് അനധികൃതമായി താമസിക്കുന്ന വിദേശികളുടെ എണ്ണത്തിൽ 4 വർഷത്തിനിടെ 4 ഇരട്ടി വർധനയുണ്ടായതായി എമിഗ്രേഷൻ വകുപ്പ് അവലോകന സമിതി കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. രാജ്യത്ത് പിടിച്ചുപറി, വാഹനമോഷണം, കൊലപാതകം തുടങ്ങിയ കുറ്റകൃത്യങ്ങളുടെ നിരക്കിലുണ്ടാകുന്ന വർധനയും അധികൃതരിൽ ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ട്. അനധികൃത താമസക്കാരുടെ എണ്ണം കുറക്കാനുള്ള ശ്രമങ്ങൾ വിജയം കണ്ടില്ല എന്ന വിമർശനങ്ങളും ഉയർന്നിരുന്നു. ഈ സാഹചര്യത്തിൽ രാജ്യം മുൻപൊന്നും കണ്ടിട്ടില്ലാത്ത വിധം ശുദ്ധീകരണ യജ്ഞത്തിന് ആഭ്യന്തര മന്ത്രാലയം നീക്കം നടത്തുന്നതായാണ് പ്രാദേശിക പത്രം റിപ്പോർട്ട് ചെയ്തത്. വിദേശി ജനസാന്ദ്രത കൂടുതലുള്ള മേഖലകളിൽ പഴുതടച്ച പരിശോധനകൾ ആരംഭിക്കാനും പിടികൂടുന്നവരെ നാടുകടത്താനുമാണ് സുരക്ഷാ വിഭാഗം പദ്ധതിയിടുന്നത്. അതേസമയം ക്യാമ്പയിൻ ആരംഭിക്കുന്നതിന് മുമ്പ് താമസം നിയമവിധേയമാക്കാൻ ഇളവുകാലം പ്രഖ്യാപിക്കാനും സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. കഴിഞ്ഞ വർഷം തുടക്കത്തിൽ രാജ്യത്ത് നടന്ന വ്യാപക പരിശോധനകൾ മലയാളികളടക്കമുള്ള പ്രവാസികളെ ഏറെ ആശങ്കയിലാക്കിയിരുന്നു. മുനീർ അഹമ്മദ്, മീഡിയ 1, കുവൈറ്റ് സിറ്റി. ഖത്തറിലെ ഇന്ത്യൻ സ്കൂൾ വിദ്യാർത്ഥികൾക്കായി യൂത്ത് ഫോറം സംഘടിപ്പിക്കുന്ന 19ാമത് ഇന്റർ സ്കൂൾ കോമ്പറ്റീഷൻ നവംബർ 7-ന് MES ഇന്ത്യൻ സ്കൂളിൽ നടക്കും. സബ് ജൂനിയർ, ജൂനിയർ, സീനിയർ വിഭാഗങ്ങളിലായി ഖത്തറിലെ 9 ഇന്ത്യൻ സ്കൂളുകളിൽ നിന്ന് 629 വിദ്യാർത്ഥികളാണ് മത്സരത്തിനായി രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഉച്ചയ്ക്ക് 1:30 മുതൽ ആരംഭിക്കുന്ന പരിപാടിയിൽ പ്രസംഗം, പ്രബന്ധരചന, ക്വിസ്, പെയിന്റിംഗ്, ഷോർട്ട് ഫിലിം, ഖുർആൻ പാരായണം, മനപ്പാഠം, വ്യാഖ്യാനം, ഗ്രൂപ്പ് ഡിസ്കഷൻ തുടങ്ങിയ ഇനങ്ങളിലാണ് മത്സരങ്ങൾ നടക്കുക. കുവൈത്തിൽ ശൈത്യകാലം ആരംഭിക്കാൻ ഇനിയും ആഴ്ചകളെടുക്കുമെന്ന് പ്രമുഖ ഗോളശാസ്ത്രജ്ഞൻ സ്വാലിഹ് അൽ ഉജൈരി പറഞ്ഞു. ശൈത്യം തുടങ്ങിക്കഴിഞ്ഞ് ചില രാജ്യങ്ങളിൽ നിന്ന് അടിച്ചു വീശുന്ന വടക്ക് പടിഞ്ഞാറൻ ദിശയിൽ നിന്നെത്തുന്ന ശീതക്കാറ്റ് രാജ്യത്തെ അന്തരീക്ഷ ഊഷ്മാവിൽ ഗണ്യമായ കുറവ് വരുത്തുമെങ്കിലും മാസാവസാനത്തോടെ മാത്രമേ തണുപ്പ് ശക്തി പ്രാപിക്കൂ എന്നും ഉജൈരി അറിയിച്ചു. സൗദി സ്വദേശികളിൽ 80% 40 വയസ്സിന് താഴെയുള്ളവരെന്ന് കണക്കുകൾ. 15 വയസ്സിന് താഴെ പ്രായമുള്ള കൗമാരക്കാരുടെ അനുപാതം മൊത്തം ജനസംഖ്യയുടെ 35% വരുമെന്നും റിപ്പോർട്ട് പറയുന്നു. ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലുള്ള നാഷണൽ ഡാറ്റാ സെന്ററാണ് രാജ്യത്തെ ജനസംഖ്യയുടെ പുതിയ കണക്കുകൾ പുറത്തുവിട്ടത്. സ്വദേശി ജനസംഖ്യയുടെ 80% 40 വയസ്സിന് താഴെ പ്രായമുള്ളവരാണ്. ദേശീയ വിവരശേഖരണ കേന്ദ്രത്തിൽ രജിസ്റ്റർ ചെയ്ത 15 വയസ്സിന് താഴെ പ്രായമുള്ള കൗമാരക്കാരുടെ അനുപാതം മൊത്തം ജനസംഖ്യയുടെ 35% വരും. 30 വയസ്സിന് താഴെ പ്രായമുള്ള യുവതി യുവാക്കളുടെ അനുപാതം 68%. ജനസംഖ്യയിൽ 20 വയസ്സിന് താഴെ പ്രായമുള്ള യുവാക്കളുടെ എണ്ണം അതേ പ്രായത്തിലുള്ള സ്ത്രീകളുടേതിനെ അപേക്ഷിച്ച് 1,30,000 കണക്കുകൾ വ്യക്തമാക്കുന്നു. മീഡിയ 1, റിയാദ്. ശിശുദിനത്തോടനുബന്ധിച്ച് മാവേലിക്കര അസോസിയേഷൻ കുവൈത്ത് രാജാ രവിവർമ്മ ചിത്രരചനാ മത്സരം സംഘടിപ്പിക്കുന്നു. നവംബർ 14 വൈകിട്ട് 4 മണി മുതൽ അബ്ബാസിയ പ്രവാസി ഓഡിറ്റോറിയത്തിൽ ജൂനിയർ, സീനിയർ വിഭാഗങ്ങളിലായാണ് മത്സരം. അന്യ സ്ത്രീ പുരുഷന്മാർ ചേർന്ന് തെരുവിൽ നടത്തുന്ന ചുംബന സമരങ്ങൾ കേരളീയ സംസ്കാരത്തോടുള്ള വെല്ലുവിളിയാണെന്ന് ഓൾ ഇന്ത്യ ഇസ്ലാഹി മൂവ്മെന്റ് ജനറൽ സെക്രട്ടറി ഡോക്ടർ ഹുസൈൻ മടവൂർ അഭിപ്രായപ്പെട്ടു. മാതാപിതാക്കളും മക്കളും സഹോദരങ്ങളും നടത്തുന്ന സ്നേഹപ്രകടനങ്ങളോട് ഇതിനെ താരതമ്യം ചെയ്യാനാവില്ലെന്നും അദ്ദേഹം ദോഹയിൽ പറഞ്ഞു. ഖത്തറിൽ മോഷണശ്രമത്തിനിടെ ഒരാളെ കൊന്ന കേസിൽ 7 ഏഷ്യൻ വംശജർക്ക് 15 വർഷം തടവും 2 ലക്ഷം റിയാൽ പിഴയും വിധിച്ചു. കമ്പനിയിൽ നിന്ന് പണം സൂക്ഷിച്ചിരുന്ന ലോക്കറുമായി കടന്നുകളയുന്നതിനിടെയാണ് സംഘം ഒരാളെ കൊന്നത്. പിഴ കൊല്ലപ്പെട്ടയാളുടെ കുടുംബത്തിന് നൽകും. മസ്ജിദുൽ ഹറമിൽ തീർത്ഥാടകർ തവാഫ് ചെയ്യുന്ന ഭാഗത്തിന്റെ വികസന പ്രവർത്തനങ്ങളുടെ 2 ഘട്ടങ്ങൾ പൂർത്തിയായി. പഴയ കെട്ടിടം പൊളിച്ചു നീക്കുന്ന പ്രവർത്തനമാണ് ഇപ്പോൾ നടക്കുന്നത്. ഹറമുകളുടെ മേൽനോട്ട അതോറിറ്റി മേധാവിയും മക്ക ഹറം ഇമാമുമായ ഷെയ്ഖ് ഡോക്ടർ അബ്ദുറഹ്മാൻ അസുദൈസാണ് ഇക്കാര്യം അറിയിച്ചത്. കിങ് അബ്ദുൽ അസീസ് കവാടം ഉൾപ്പെടുന്ന 4 നിലകളുടെയും 2 വൻ മിനാരങ്ങളുടെയും പുനർനിർമ്മാണവും മതാഫ് വികസനവും 3ാം ഘട്ടത്തിൽ നടക്കും. ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ച ഗുണനിലവാര മാനദണ്ഡങ്ങൾ പാലിച്ച ദുബൈയിലെ സ്വകാര്യ ആശുപത്രികൾക്കും ക്ലിനിക്കുകൾക്കും പ്രത്യേക സേവന നിരക്കുകളിൽ വർധന ഏർപ്പെടുത്താൻ അനുമതി. അടുത്ത വർഷം മുതലാണ് വർധന അനുവദിക്കുക. ദുബൈ ഹെൽത്ത് അതോറിറ്റിയാണ് ഇക്കാര്യം അറിയിച്ചത്. എന്നാൽ വർധന നിശ്ചിത ശതമാനത്തിൽ കൂടാൻ പാടില്ലെന്നും അധികൃതർ പറഞ്ഞു. ജിദ്ദയിൽ നടക്കുന്ന ബ്ലൂ സ്റ്റാർ സോക്കർ ഫെസ്റ്റ് ഫുട്ബോൾ മത്സരത്തിൽ നാളെ 3 കളികളുണ്ടാകും. സിത്തിയൻ റോഡിലെ പഴയ ബദർ ബേക്കറിന് പിൻവശം ബലദിയ പാർക്കിന് സമീപമുള്ള ഫ്ലഡ്ലി സ്റ്റേഡിയത്തിലാണ് മത്സരം. രാത്രി 10:30 ആദ്യ മത്സരത്തിൽ ഹോളിഡേ റെസ്റ്റോറന്റ് റിയൽ കേരള ടൗൺ ടീം സ്ട്രൈക്കേഴ്സിനെയും, 2ാം മത്സരത്തിൽ അന്നൂർ മെഡിക്കൽ യങ് ചാലഞ്ചേഴ്സ് യുണൈറ്റഡ് FC-യുമായും, 3ാം മത്സരത്തിൽ ഫ്രണ്ട്സ് ക്ലബ് FC യാംബുവുമായും ഏറ്റുമുട്ടും. 2022 ഖത്തർ ലോകകപ്പിനായുള്ള 2 പുതിയ സ്റ്റേഡിയങ്ങൾ കൂടി പ്രഖ്യാപിച്ചു. ഹമദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിനടുത്തും ഖത്തർ സ്പോർട്സ് ക്ലബിലുമാണ് പുതിയ സ്റ്റേഡിയങ്ങൾ പണിയുന്നത്. ഖത്തർ ലോകകപ്പിന്റെ സംഘാടകരായ സുപ്രീം കമ്മിറ്റി ഫോർ ഡെലിവറി ആൻഡ് ലെഗസിയാണ് ഇക്കാര്യം അറിയിച്ചത്. ഖത്തർ സ്പോർട്സ് ക്ലബിലും ദോഹ ഹമദ് രാജ്യാന്തര വിമാനത്താവളത്തിനടുത്തുമായി നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന 2 സ്റ്റേഡിയങ്ങൾ കൂടിയാകുമ്പോൾ 2022 ഫിഫ ലോകകപ്പിനായി ഖത്തറിൽ പ്രഖ്യാപിച്ച സ്റ്റേഡിയങ്ങളുടെ എണ്ണം 7 ആയി.
SCDL വെന്യൂ ഡയറക്ടർ ഗാനിമൽ കുവാരിയാണ് ഇക്കാര്യം അറിയിച്ചത്. ലോകകപ്പ് ബിഡ് ലഭിച്ച ശേഷം പ്രഖ്യാപിച്ചിരുന്ന ലിസ്റ്റിൽ ഈ 2 സ്റ്റേഡിയങ്ങളും ഉണ്ടായിരുന്നില്ല. ഇവിടങ്ങളിൽ സ്റ്റേഡിയം പണിയാനുള്ള തീരുമാനം ഇതാദ്യമായാണ് അധികൃതർ കൈക്കൊള്ളുന്നത്. അടുത്ത വർഷം മധ്യത്തോടെ സ്റ്റേഡിയങ്ങളുടെ നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിക്കാനാണ് പദ്ധതി. ഖത്തർ ലോകകപ്പിന്റെ സംഘാടക സമിതിയായ സുപ്രീം കമ്മിറ്റി ഫോർ ഡെലിവറി ആൻഡ് ലെഗസിയും ഇക്കാര്യം സ്ഥിരീകരിച്ചു. സാധാരണ 12 സ്റ്റേഡിയങ്ങളാണ് ഫിഫ ലോകകപ്പിനായി ഉപയോഗിക്കാറുള്ളത്. എന്നാൽ ഖത്തറിലെ സൗകര്യങ്ങൾ പരിഗണിച്ച് 8 സ്റ്റേഡിയങ്ങൾ മതിയാകുമെന്ന അഭിപ്രായവും ഉയർന്നിട്ടുണ്ട്. സ്റ്റേഡിയങ്ങളുടെ കൃത്യമായ എണ്ണം അടുത്ത വർഷം ആദ്യത്തോടെ മാത്രമേ തീരുമാനമാവുകയുള്ളൂ. മുജീബ് റഹ്മാൻ, മീഡിയ 1, ദോഹ. ഷാർജ പുസ്തകമേളയിൽ മുൻ വർഷത്തേക്കാൾ മികച്ച പ്രാതിനിധ്യമായിരിക്കും തങ്ങളുടേതെന്ന് ഗ്രീൻ ബുക്സ് പ്രവർത്തകർ. പ്രവാസികളായ നിരവധി എഴുത്തുകാരുടെ പുസ്തകങ്ങളും ഗ്രീൻ ബുക്സ് മേളയിൽ പരിചയപ്പെടുത്തും. ഗ്രീൻ ബുക്സ് പ്രസിദ്ധീകരിച്ച പ്രമുഖരുടെ കൃതികളുടെ പ്രകാശനവും മേളയിൽ നടക്കും. തൃശൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഗ്രീൻ ബുക്സ് പ്രവാസി സംരംഭകരുടെ ഉടമസ്ഥയിലുള്ള പ്രസിദ്ധീകരണമാണ്. സിറിയ പ്രക്ഷുബ്ധമായി തുടരുമ്പോഴും സിറിയയിലെ യുവാക്കളുടെ ബാൻഡിന് പക്ഷേ തളർച്ച ഒട്ടുമില്ല. സിറിയയിലെ കലുഷിതമായ രാഷ്ട്രീയ സാഹചര്യത്തെ സംഗീതത്തിലൂടെ പ്രതികരിക്കുകയാണ് ഈ യുവാക്കൾ. യുവ സംഗീതജ്ഞരാണ് സിറിയയിലെ പൾസ് എന്ന ഈ ബാൻഡിന് പിന്നിൽ. രാജ്യത്ത് തുടരുന്ന പ്രക്ഷോഭങ്ങൾക്കും പോരാട്ടങ്ങൾക്കുമിടയിൽ സംഗീതം വലിയ ആശ്വാസമാണെന്നാണ് ഇവരുടെ പക്ഷം. ബാൻഡിലെ അംഗങ്ങൾക്കോരോരുത്തർക്കും വ്യത്യസ്തങ്ങളായ മതരാഷ്ട്രീയ വിശ്വാസങ്ങളാണ്. എന്നാൽ സംഗീതം എന്ന ഒറ്റ ചരടിൽ ഇവരെല്ലാം ഒരുമിക്കുന്നുവെന്ന് പാട്ടുകാരനും സംഗീത സംവിധായകനുമായ റാമി അൽ ഹോംസി പറയുന്നു. കൊലപാതകങ്ങൾക്കും രക്തച്ചൊരിച്ചിലിനുമിടയിലും കലയിലൂടെ ഐക്യത്തിന്റെ ഭാഷ കണ്ടെത്തുകയാണ് ഈ യുവ സംഗീതജ്ഞർ. فهي كانت مبدئيا كانت مثل صعوبة بس بعدين صارت هي مثل الميزة تبع الجمعية. ദമാസ്കസ് ആസ്ഥാനമായാണ് ബാൻഡ് പ്രവർത്തിക്കുന്നത്. സർക്കാർ അധീനതയിലുള്ള ഈ പ്രദേശത്ത് പ്രസിഡന്റ് ബഷാർ അൽ അസദിന്റെ സൈന്യവും വിമതരും തമ്മിൽ നിരന്തരം സംഘർഷമുണ്ടാവാറുണ്ട്. രാജ്യത്തെ സാധാരണ ജനങ്ങളുടെ പ്രശ്നങ്ങളാണ് സംഗീതത്തിലൂടെ പ്രതിഫലിപ്പിക്കുന്നതെന്ന് ഇവർ പറയുന്നു. ബാൻഡിലെ അംഗങ്ങൾ പലരും വ്യത്യസ്ത ജോലികൾ ചെയ്യുന്നവരാണ്. 2011 അറബ് വസന്തത്തിന്റെ ചുവട് പിടിച്ച് സിറിയയിലുണ്ടായ പ്രക്ഷോഭത്തിൽ 2 ലക്ഷത്തോളം പേർ കൊല്ലപ്പെട്ടിരുന്നു. ന്യൂസ് ഡെസ്ക്, മീഡിയ 1. സൊമാലിയയിൽ ആഭ്യന്തര യുദ്ധകാലത്ത് തകർന്ന തരിപ്പണമായ 5 കെട്ടിടങ്ങൾ ഇന്ന് പുതുക്കി പണിത് വീണ്ടും തലയുയർത്തി നിൽക്കുന്നു. സൊമാലിയ നാഷണൽ യൂണിവേഴ്സിറ്റിയാണ് 23 വർഷത്തിനു ശേഷം വീണ്ടും പ്രവർത്തനം ആരംഭിച്ചത്. കോളനി വാഴ്ചക്കാലത്ത് ഇറ്റാലിയൻ സർക്കാരാണ് ഈ സർവകലാശാല നിർമ്മിച്ചത്. അന്ന് ഗണിതവും സാമ്പത്തിക ശാസ്ത്രവും നിയമവും പഠിപ്പിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് മാത്രമായിരുന്നു ഇത്. 1969 സോമാലിയക്ക് സ്വാതന്ത്ര്യം ലഭിച്ച 9 വർഷത്തിനു ശേഷം സോമാലിയ നാഷണൽ യൂണിവേഴ്സിറ്റി എന്ന് പുനർനാമകരണം ചെയ്തു. 14 ഫാക്കൽറ്റികളുമായി സോമാലിയയിലെ ഏറ്റവും വലിയ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമായി പിന്നീട് ഇത് വളർന്നു. 1990 മുഹമ്മദ് സിയാദ് ബാരിയുടെ സർക്കാർ നിലം പതിച്ചപ്പോൾ മറ്റെല്ലാ സർക്കാർ സ്ഥാപനങ്ങളെയും പോലെ യൂണിവേഴ്സിറ്റിയും ഉപേക്ഷിക്കപ്പെട്ടു. runtii jaacaddan waxay burburtay anoo dhalan waxay burtay 91kii anigana waxaan dhashay 93gii waxa ay burburtay anoo 2 sano dabcan waxa weeyaan markaan dhashay 2 sano ka hor ayay burburtay sida aan historyga waxa weeyaan ama geographically aan u haynana അൽ-ഷബാബ് തീവ്രവാദികളുടെ കാലത്ത് പെൺകുട്ടികൾ വിദ്യാഭ്യാസ രംഗത്ത് നിന്ന് മാറ്റി നിർത്തപ്പെട്ടിരുന്നു. ഇന്ന് രാജ്യത്ത് തീവ്രവാദ ഭീഷണി ഒഴിഞ്ഞെങ്കിലും പെൺകുട്ടികൾ ഉന്നത വിദ്യാഭ്യാസ രംഗത്തേക്ക് കാര്യമായി കടന്നുവരുന്നില്ല. ന്യൂസ് ഡെസ്ക്, മീഡിയ 1. ന്യൂസ് മീഡിയയിൽ പൂർണ്ണമാകുന്നു. ഗുഡ് നൈറ്റ് ആൻഡ് ഗുഡ് ബൈ.